ലോകത്തിലെ ഏറ്റവും വലിയ അഫോർഡബിൾ വാക്സിൻ സപ്ലയർ ആയതിനാലും ഫാർമസ്യൂട്ടിക്കൽ ഇന്നോവേഷൻസിന്റെയും മാനുഫാക്ചറിംഗിന്റെയും ഹബ് ആയതിനാലും നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് ഫാർമസി ഓഫ് ദി വേൾഡ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. 1950-60 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ഡ്രഗ് മാർക്കറ്റിൽ വെസ്റ്റേൺ ഫാർമ കമ്പനീസിന്റെ മൊണോപ്പൊളി ആയിരുന്നു. അതായത് 90% വരെയുള്ള മെഡിസിൻസ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ലോകത്തിന് വേണ്ട വാക്സിന്റെയും ഡ്രഗ്സിന്റെയും 70% വരെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഫാർമ സെക്ടറിലെ ഈ റെവല്യൂഷന് കാരണം ഇന്ത്യൻ പാറ്റന്റ് ആക്ട് 1970 റീപ്ലേസ് ചെയ്ത് ഇന്ത്യൻ പാറ്റന്റ് ആൻഡ് ഡിസൈൻ ആക്ട് 1911 കൊണ്ടുവന്നതും മെഡിക്കൽ പ്രൊഡക്ട്സിന്റെ പാറ്റന്റ് ലോസിൽ ഇളവ് വരുത്തിയതുമാണ്. ഈ പുതിയ നിയമം വഴി ഒരുപാട് ഇന്ത്യൻ ഫാർമ കമ്പനീസിന് ലോ കോസ്റ്റ് മെഡിസിൻ ഉണ്ടാക്കാനുള്ള അനുമതി ലഭിച്ചു. ഇതുവഴി സിപ്ല ലോകത്തിലെ ആദ്യത്തെ അഫോർഡബിൾ HIV ഡ്രഗ്സ് നിർമ്മിച്ച് ഗ്ലോബലി എക്സ്പോർട്ട് ചെയ്തു. കൂടാതെ സൺ ഫാർമ ക്യാൻസറിനും ഡയബറ്റീസിനും അഫോർഡബിൾ ട്രീറ്റ്മെന്റ്സ് മറ്റു രാജ്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു. ലോ കോസ്റ്റ് ഡ്രഗ്സ് കൂടാതെ ബൈക്കോം, ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ബ്രസ്റ്റ് ക്യാൻസർ, സ്റ്റൊമക് ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് പ്രോഡക്ട്സും എക്സ്പോർട്ട് ചെയ്തു. നമ്മുടെ